Hi, and welcome to this wonderful episode of Kappa Prime Time. Well, in today's episode of Kappa Prime Time, we have a lot of guests. Well, our very first guests are Preet and family. Well, Preet is a mentalist and also a magician. We have Shijana, his wife, who is a balloon artist, and also Jwala, their little daughter. Well, all the three people are record winners, so we'll have a chat with them. Along with them, joining is Veda Prakash. She is a promising Ghazal as well as a Hindustani singer. And also we have Krishna Shri. She is a doctor and an amazing dancer. Welcoming all of you to Kappa Prime Time. Moving on to my very first guest, Preet and family. Well, Preet Arikod is a mentalist and magician. Like I said, their family is into balloon artist and their daughter is into magic and balloon artist. So a complete family. Welcoming all of you to Kappa Prime Time. Hi, Namaskaram. നമസ്കാരം. ഹലോ. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കണ്ടാൽ തന്നെ അറിയാം. ഹാപ്പി ആയിട്ടിരിക്കുന്നു. സോ ഹൗസ് ലൈഫ് ഗോയിങ്? കുഴപ്പമില്ല. ഇപ്പം കോവിഡിന്റെ ലോക്ക്ഡൌൺ പ്രശ്നങ്ങളില്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. ഓക്കെ. നിങ്ങൾ മൂന്നുപേരെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, മൂന്നുപേരും റെക്കോർഡ് വിന്നേഴ്സ് ആണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് അഴീക്കോട് ആൻഡ് വിത്ത് ജൂനിയർ അഴീക്കോട്. ലോട്ട് ഓഫ് ടൈറ്റിൽസ് ടു യുവർ ബാഗ്. സോ വി ആർ ക്വൈറ്റ് ക്യൂരിയസ് ടു നോ അബൌട്ട് നിങ്ങൾ മൂന്നുപേരെയും കുറിച്ച് അറിയണമെന്നുണ്ട്. അതിൽ ആദ്യം പ്രീത്തിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ യു ആർ എ മെന്റലിസ്റ്റ്, ഷിജിന ബലൂൺ ആർട്ടിസ്റ്റ് ആണ്, മോള് രണ്ടിന്റെ ഒരു മിക്സ് ആണ്. സോ റാദർ മജീഷ്യൻ ആൻഡ് എ ബലൂൺ ആർട്ടിസ്റ്റ്. സോ എങ്ങനെയാണ് നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഈ ഒരു കോമൺ ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാല് മാജിക്കില് ഞാൻ മുൻപേ ഉണ്ട്. അപ്പോ വിവാഹത്തിന് ശേഷമാണ് ഷിജിന ബലൂൺ ആർട്ടിലേക്ക് വന്നത്. ഓക്കെ. അപ്പം ബലൂൺ ആർട്ട് ശരിക്കും മെന്റലിസം ചെയ്യുന്ന സമയത്ത് അതിനെ കുറച്ചുകൂടി വിഷ്വൽ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ബലൂൺ ആർട്ട് കൂടി അതിനോട് യോജിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയ വന്നത്. അങ്ങനെയാണ് ഷിജിന ബലൂൺ ആർട്ടിലേക്ക് വന്നത്. അപ്പൊ ബലൂൺ ആർട്ടിലേക്ക് വന്നപ്പോ ബലൂണും മെന്റലിസവും മിക്സ് ചെയ്ത് തുടങ്ങി. സ്വാഭാവികമായിട്ടും ജ്വാല ചെറുപ്പം മുതലേ കാണുന്നത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും ബലൂണിൽ പ്രാക്ടീസ് ചെയ്യുന്നതും ഞാൻ മാജിക്കിന്റെ സാധനങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് അവള് കണ്ട് വളരുന്നത്. പിന്നെ ചെറുപ്പം മുതലേ നമ്മുടെ കൂടെ ബാക്ക് സ്റ്റേജിലൊക്കെ വരുമായിരുന്നു. അപ്പൊ സ്റ്റേജിലേക്ക് കയറാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ചെറുപ്പം മുതലേ ഉണ്ട് അതുപോലെ. അപ്പൊ അങ്ങനെ അവളും സ്വാഭാവികമായിട്ട് അതിലേക്ക് വന്നു. അടിപൊളി. പ്രീത്തിന്റെ ആണെങ്കിൽ യു ആർ ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് മൈൻഡ് റീഡർ. പിന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പറ്റിയിട്ടുണ്ട്. മൈൻഡ് റീഡർ എന്ന് കേട്ടപ്പോ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു. വാട്ട് എക്സാക്ട്ലി ഇസ് ഇറ്റ് ട്രൂ ദാറ്റ് ഒരു മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത്, ഐ ഡോണ്ട് നോ, എനിക്കൊന്ന് ഷിജിന വുഡ് ബി ദ റൈറ്റ് പേഴ്സൺ ടു സേ ദാറ്റ്. ഹസ്ബൻഡ് എങ്ങനെയാ മൈൻഡ് റീഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് അതൊരു പെർഫോമിംഗ് ആർട്ടിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ റിയൽ ലൈഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കളർ അറിയാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ വരുന്നില്ല. അത് വളരെ ശരിയാണ്. ഈ മെന്റലിസം ആക്ച്വലി is it real or can actually somebody really read a mind in general? I'm asking, like she said, performance wise ആയിട്ട് of course നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, but in real life എത്രത്തോളമാണ് ഇതിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്? Actually, mentalism is an art form. It's a performing art which uses scientific principles of psychology and magic to create the illusion of paranormal abilities like mind reading, telepathy, telekinesis. ഇത്തരത്തിലുള്ള പാരനോർമൽ എബിലിറ്റീസ് പെർഫോം ചെയ്ത് കാണിക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് മെന്റലിസം. അതിനകത്ത് നമ്മൾ ശരിക്കും ഒരാള് നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്റെ മൈൻഡ് ഒന്ന് റീഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റില്ല. ഭാഗ്യം. നമ്മൾ അതിനകത്ത് സൈക്കോളജിയും മാജിക്കിന്റെയും ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ തോട്ട് പ്രോസസ്സിനെ അനലൈസ് ചെയ്ത് ഒരു പരിധി വരെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളത് മാത്രം. നമ്മളെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് വിച്ചുവിനെ സെലക്ട് ചെയ്തു. അത് ഒരു നമ്പർ ചോദിച്ചു, അത് അദ്ദേഹം എഴുതുന്നു. വിച്ചുവിനോട് പറയാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എഴുതി പെൻസിൽ മാറ്റി വെച്ചു. ശരി, ഇൻബോക്സ് ചെയ്യൂ. 6 ആണ് നമ്പർ. 6 ആണ് വിച്ചു സെലക്ട് ചെയ്തത് അല്ലെ? ഇനി ഞാൻ വീഡിയോ ക്യാമറയെ കാണിക്കാം. ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ. കാണിക്കാവോ? 6 ഇത് നിങ്ങൾക്ക് കാണുമ്പോ ഇങ്ങനെയൊക്കെ കാണുന്നു, തലതിരിച്ച് കാണുന്നത്. പക്ഷെ ഇത് 6, അതെ, മിറർ ഇമേജ് ആയതുകൊണ്ടാണ് ഇത് 6 തന്നെയാണ്. എനിക്ക് കാണാം. സോ ഒരുപാട് ഡേഞ്ചറസ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രീത്. സോ ഹൗ ഇസ് ഇറ്റ്
performing in stage while doing shows like this? അതെ, തീർച്ചയായും ഒരുപാട് മുന്നൊരുക്കങ്ങൾ ഓരോ പ്രാക്ടീസിന് മുന്നിലും ഉണ്ടാവാറുണ്ട്. കാരണം നമ്മള് ബ്ലൈൻഡ് ഫോൾഡഡ് മോട്ടോർ റൈഡിംഗ് ഒക്കെ ആണെങ്കിൽ ഞാൻ കണ്ണൂർ വെച്ച് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം തിരുവനന്തപുരത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് വലിയ ഒരു ചാലഞ്ചാണ്. നമുക്ക് സാധാരണ ഇതിൽ റിയൽ ലൈഫില് ഒരു റോഡിലൂടെ കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് വളരെ ആളൊഴിഞ്ഞ ഞാൻ ബീച്ച് റോഡുകൾ അധികം ആളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യാറുള്ളത്. അപ്പം കണ്ണൂർ വെച്ച് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് സാധാരണ ബ്ലാക്ക് ക്ലോത്ത് കൊണ്ട് തല കവർ ചെയ്തിട്ടും, അതുപോലെ തിരുവനന്തപുരത്ത് വെച്ച് ലാസ്റ്റ് ചെയ്തത് മെറ്റൽ ഷീറ്റ് കൊണ്ട് തല മുഴുവൻ കവർ ചെയ്തിട്ടാണ് ബ്ലൈൻഡ് ഫോൾഡ് മോട്ടോർ റൈഡിങ് ചെയ്തത്. Coming to ഷിജിന ഒരു ബലൂൺ ആർട്ടിസ്റ്റ് ആണ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് വിന്നർ ആണ്. You have done lot of balloon shows and I happen to see lot of fashion show with balloons. കുറച്ച് ക്രേസി ആയിട്ടുള്ള ഒരു ഫാഷൻ ഷോ ആയിരുന്നു അത്. ഹൗ വാസ് ഇറ്റ്? ബലൂൺ വെച്ചുള്ള ഐഡിയ എങ്ങനെയാ വന്നേ ടു ഡിസൈൻ എ കോസ്റ്റ്യൂം വിത്ത് ബലൂൺ? അത് നേരത്തെ പ്രീതേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് മെന്റലിസം ഷോ കളർഫുൾ ആക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബലൂൺ ആർട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതാണ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. പിന്നെ ഞങ്ങള് ഷോയില് മെന്റലിസവും ബലൂൺ ആർട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ചെയ്തു തുടങ്ങുമ്പോഴേ പല ഐഡിയകൾ വരും. ഇപ്പം ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അറിയാലോ, നമുക്ക് ഓരോ ഐഡിയാസ് വരുന്ന സമയത്ത് നമ്മളത് ചിത്രം വരച്ച് നോക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് ഒക്കെ തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബലൂൺ ആർട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെയാണ് ബലൂൺ ഡ്രസ് ഉണ്ടാക്കുന്ന കാര്യം ആലോചിച്ചത്. അപ്പൊ നമ്മൾ സ്റ്റേജ് ഷോയുടെ അവസാനം ബലൂൺ ഡ്രസ്, നമ്മുടെ ഒരു ചെറിയ ബലൂൺ ഡ്രസ് ഉണ്ടാക്കിയിട്ട് ആ ഡ്രസ് ഇട്ടുകൊണ്ട് ജ്വാലക്കുട്ടി സ്റ്റേജിലേക്ക് വരുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ബലൂൺ ഡ്രസ് ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നീടാണ് അതിന് നമുക്കൊരു ഫാഷൻ ഷോ തന്നെ ബലൂൺ ഡ്രസ്സിൽ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നു. അപ്പൊ നോക്കുമ്പോ അത് ഏഷ്യയിലെ വേറെ എവിടെയോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ അതൊരു ചാലഞ്ചിങ് ആണ്. അപ്പൊ അതിന് പ്രധാനമായിട്ടും അതിന് നമുക്ക് ബാക്ക് സപ്പോർട്ട് വേണം, അതിനുള്ള സ്പോൺസേഴ്സ് വേണം, അതിന് റാമ്പിൽ കയറാൻ ആൾ വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ കണ്ണൂർ എയറോസിസ് കോളേജിൽ വെച്ചിട്ടാണ് നമ്മൾ അന്ന് അത് ചെയ്തത്. അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ സ്റ്റുഡൻസ് ആണ് റാമ്പിൽ കയറിയത്. അവരായിരുന്നു അതിന്റെ സ്പോൺസർഷിപ്പും അവര് തന്നെയായിരുന്നു. എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് ബോയ്സിന്റെ കോസ്റ്റ്യൂം ആയിരുന്നു. വളരെ നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ ബർമുഡ ആൻഡ് എങ്ങനെയാണ് വർക്ക്ഷോപ്സ് ഒക്കെ നടത്താറുണ്ടോ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സ്പെസിഫിക് ഏരിയയില്? ബലൂണാർട്ടിന്റെ വർക്ക്ഷോപ്സ് നടത്താറുണ്ട്. അത് മുൻപാണെങ്കിൽ കുട്ടികളുടെ ക്യാമ്പൊക്കെ വരുന്ന സമയത്ത് ക്യാമ്പിൽ നാടകത്തിന്റെ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ തന്നെ ബലൂണാർട്ടിന്റെ വർക്ക്ഷോപ്സ് ചെയ്യാറുണ്ട്. അത് കുട്ടികൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് പഠന മെറ്റീരിയൽസ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക്ഷോപ്പുകളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോഴ് ഈ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓൺലൈൻ ആയിട്ട് ബലൂൺ ആർട്ടിന്റെ ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു 10ഓളം ബാച്ചുകൾ ഏകദേശം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുട്ടികള് വീട്ടിലിരുന്നു കൊണ്ട്, അതും നമ്മൾ സാധാരണ ഷോകൾക്കൊന്നും യൂസ് ചെയ്യുന്ന ബലൂൺസ് അല്ല, നമ്മുടെ തൊട്ടടുത്ത് കടയിൽ നിന്നും കിട്ടുന്ന ബലൂൺ ഉപയോഗിച്ച് എങ്ങനെ കുട്ടികൾക്ക് ഈ ലോക്ക്ഡൌൺ സമയത്ത് യൂസ്ഫുൾ ആക്കാന്നുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പൊ കുട്ടികളെല്ലാവരും വീട്ടിലിരുന്നിട്ട് ചെയ്യുന്നു. നല്ല നല്ല അഭിപ്രായങ്ങൾ പാരന്റ്സിന്റെ ഭാഗത്ത് വന്നു. പിന്നെ എന്താ പറയാ, ഞാൻ വിചാരിച്ചതിനേക്കാളും അമേസിംഗ് ആയിരുന്നു കുട്ടികളുടെ വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു കഴിവിനെ നമ്മളൊരു എക്സിബിഷൻ ആയിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലൂടെ തന്നെയായിരുന്നു. കുട്ടികളെല്ലാം വീട്ടിലിരുന്നുകൊണ്ട് എക്സിബിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനെ ഞങ്ങള് എന്റെ പേജിലൂടെ ലൈവായിട്ട് കാണിച്ചു. അതാണ് ഇപ്പൊ ചെയ്തത്. നിങ്ങളുടെ രണ്ടുപേരെ നടുക്കിരിക്കുന്ന ഒരു കുട്ടി ഹീറോയിൻ ഉണ്ടല്ലോ, ജ്വാല ഇസ് ഓൾസോ an Indian book record holder and the youngest balloon artist, must tell you. മോക്ക് ഇപ്പൊ എത്ര വയസ്സായി?
7 വയസ്സായി. സോ സ്വീറ്റ്. മോൾക്ക് എങ്ങനെ ഈ ഒരു ബലൂൺ ഇൻട്രസ്റ്റ് വരുന്നത്? അമ്മയുടെ നിന്ന് കണ്ടിട്ടാണോ അത് അച്ഛൻ മാജിക് ചെയ്യുന്ന കണ്ടിട്ടാണോ? എന്താണ് മോൾക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരാൻ കാരണം? എനിക്ക് തോന്നുന്നു ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. ഏകദേശം ഒരു 2.5 വയസ്സിലാണ് അവള് ബലൂണ് കയ്യിലെടുത്ത് തുടങ്ങുന്നത്. അതെന്താ വെച്ചാല് ഞാൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുണ്ടാവും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് കയ്യിലെടുത്ത് ആ സമയത്തൊക്കെ കയ്യിലെടുത്തതാണ്. പിന്നെ നമ്മൾ ഒരു ദിവസം നോക്കുമ്പോഴുണ്ട് അവള് ഡോഗിനൊക്കെ ചെയ്ത്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടിട്ട് അതുപോലെ ഡോഗിനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ദിവസം നോക്കുമ്പോഴ്. അങ്ങനെ പിന്നെ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടിട്ട് പിന്നെ അതിന്റെ അളവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അങ്ങനെ സ്റ്റേജിലോട്ട് കയറി തുടങ്ങി. ഒരു 2.5-3 വയസ്സാകുമ്പോഴേക്ക് തന്നെ അവളത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ചോദിച്ചെടുത്താൽ അതിന്റെ സ്റ്റാർട്ടിങ് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് ഓർമ്മയുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. 2.5 വയസ്സിൽ ശരിക്കും ട്വിസ്റ്റ് ചെയ്യായിരുന്നു. നമ്മുടെ കയ്യിലുള്ള ഒരു വീഡിയോ, ആദ്യത്തെ വീഡിയോ ഉള്ളത് 2.5 വയസ്സിൽ ബലൂൺ ട്വിസ്റ്റ് ചെയ്ത് ഡോഗിന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഉള്ളത്, ഏറ്റവും ആദ്യത്തെ വീഡിയോ. സോ മോൾ മാജിക്കിലും താല്പര്യം ഉണ്ടല്ലേ? ഷീസ് ഓൾസോ മജീഷ്യൻ അല്ലേ? അതെ അതെ, മാജിക്കും ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും മാജിക് കാണിക്കാൻ പറഞ്ഞാൽ വിൽ ഷീ ഏബിൾ ടു ഡു? ഐ മീൻ ഇഫ് തിങ്സ് ആർ ദേർ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ഇപ്പൊ ഓണക്കാലമല്ലേ, നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ? ആ ഷുവർ. ഫ്രീ ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരട്ടെ. Abracadabra. അതെവിടെ തോന്നുന്നു? ഇനിയുണ്ടോ? My God. So sweet. Hey, thank you so much. Thank you. So, പ്രീത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. മാജിക് ആണെങ്കിലും മൈൻഡ് റീഡിംഗ് ആണെങ്കിലും പ്രഡിക്ഷൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. വാട്ട് പ്രഡിക്ഷൻസ് ഹാവ് യു ഡൺ ആൻഡ് ഹൗ ഇസ് ഇറ്റ്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? 2014 നമ്മൾ ആദ്യത്തെ ഒരു പ്രഡിക്ഷൻ ഇവന്റ് ചെയ്യുന്നത്. അത് കണ്ണൂർ വെച്ചിട്ടായിരുന്നു. അത് നമ്മള് സാധാരണ ഇതില് ഒരുപാട് പ്രഡിക്ഷനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ചില എന്താ പറയാ കപടശാസ്ത്രങ്ങളിലൊക്കെ പ്രവചനം പല ദിവ്യന്മാരും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രവചനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദിവ്യശക്തി അല്ല എന്നുള്ളതും, നമുക്ക് മാജിക്കിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മെന്റലിസ്റ്റിന്റെ ഭാഗമായിട്ടും ഇതുപോലുള്ള ഇലൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ആളുകൾക്ക് ഒരു അവബോധം കൊടുക്കാനായിട്ടാണ് അന്നത് ചെയ്തത്. അന്ന് ചെയ്തത് ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം, 2014 ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം, ആ ദിവസത്തെ ന്യൂസ് പേപ്പറുകളുടെ ഹെഡ്ലൈൻ എന്തായിരിക്കും എന്നുള്ളത് 6 ലീഡിംഗ് ന്യൂസ് പേപ്പറുകളുടെ ഹെഡ്ലൈൻ ഒരു മാസം മുമ്പേ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് ചെയ്തത്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് മുന്നൊരുക്കങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഹോംവർക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മാജിക്കില് നിലവിലുള്ള സാധാരണ മെത്തേഡുകൾ ഉപയോഗിക്കാതെ നമ്മൾ അതിനായിട്ട് വേറൊരു മെത്തേഡ് കണ്ടുപിടിക്കായിരുന്നു. അപ്പൊ അങ്ങനെ 6 ന്യൂസ് പേപ്പറുകളുടെ ഹെഡ്ലൈൻ പ്രെഡിക്റ്റ് ചെയ്ത് നമ്മളൊരു മാളില് ആളുകൾ കാണുന്ന വിധത്തില് ഫ്രണ്ടിൽ തന്നെ അത് തൂക്കിയിട്ടു. അതിനെ കീ കളക്ടർ സൂക്ഷിച്ചു. അതിനുശേഷം 2014 ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വന്ന ആ ദിവസം വൈകിട്ട് കളക്ടറുടെ കയ്യിൽ നിന്ന് കീ വാങ്ങി ഓപ്പൺ ചെയ്ത് അത് വെരിഫൈ ചെയ്യാണ് ചെയ്തത്. സൂപ്പർ. സോ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? അതെ അതെ, അത് ഒരുപാട് അധ്വാനം അതിന് പിന്നിലുണ്ട്. വിജയത്തേരി UDF വിജയത്തേരി കേന്ദ്രത്തിൽ NDA. ഓക്കെ, വിജയത്തേരി UDF കേന്ദ്രത്തിൽ NDA. ദീപിക മോദി തരംഗം. അതിനുശേഷം അതുപോലെ ഒരു ഇവന്റ് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് 2018 ചെയ്തു. 2018 വേൾഡ് കപ്പ് ഫുട്ബോൾ, ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് അതിലുള്ള മാച്ചുകൾ ഏരീസ് പ്ലസ് തിയേറ്ററിലെ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോ 2018 വേൾഡ് കപ്പ് ഫുട്ബോൾ മാച്ചില് ഫൈനലിൽ ഏത് ടീമിനോട് എത്ര ഗോളുകൾക്ക് വിജയിക്കും എന്നുള്ളതാണ് ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞ ഉടനെ പ്രെഡിക്റ്റ് ചെയ്തത്.
ഇത്തവണ നമ്മൾ അതും വേറൊരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തത്. കാരണം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ ആ എഴുതിയ പേപ്പർ പുറമേ നിന്ന് ആളുകൾക്ക് കാണുന്ന രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ ലോക്ക് ചെയ്തിട്ട് എരിസ് പ്ലസ് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പ്രദർശിപ്പിക്കുകയും അതിന്റെ കീ നമ്മുടെ മേയർ VK പ്രശാന്ത് സാർ സൂക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് ഫൈനൽ കഴിഞ്ഞ് നമ്മളത് ഓപ്പൺ ചെയ്തു. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന്റെ അടുത്തേക്ക് പോകുന്നില്ല. കീ വേറൊരാള് ഞാൻ ടച്ച് ചെയ്യാതെ ഓഡിയൻസിൽ നിന്നുള്ളവർ തുറന്ന് വെരിഫൈ ചെയ്യാണ് ചെയ്തത്. ബോക്സിനകത്തേക്ക് വെക്കാണ്. 15-ാം തീയതി ഫൈനൽ കഴിയുന്നത് വരെ ഈ ബോക്സ് ഇവിടെ എല്ലാവർക്കും മുന്നിൽ ഉണ്ടാവും. ഈ കോവിഡ് ടൈമിൽ എന്തെങ്കിലും പ്രഡിക്ഷൻസിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ? വളരെ ആവശ്യമാണ്. പ്രഡിക്ഷൻസ് പ്ലാൻ ചെയ്യുന്നില്ല. എല്ലാവരും ചോദിക്കാറുണ്ട് കോവിഡ് എപ്പോ തീരുന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആക്ച്വലി ഈ റിയൽ ലൈഫില് പ്രഡിക്ട് ചെയ്യാൻ പറ്റും എന്ന് അവകാശപ്പെടുന്നത് ഫേക്ക് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആക്ച്വലി ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് കോവിഡ് മുൻകൂട്ടി പ്രിഡിക്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ ഫേസ്ബുക്ക് വീഡിയോസ് ഒക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ഗ്രഹനിലയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില പ്രവചനങ്ങൾ, അതുപോലെ ചില പുസ്തകങ്ങളിൽ നോവലിലൊക്കെ കൊറോണയുടെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരുപാട് സൈക്കോളജി ഉണ്ട്. ഈ പ്രഡിക്ഷൻസ് ശരിയാവുന്നതും അത് വിശ്വസിക്കുന്നതിനും അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. April 20 ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ FB വാളില്. അതിപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതായത് ഞാൻ അതിനകത്ത് ഇട്ടത് വെറുതെ എനിക്ക് എന്തോ ഒരു തോന്നല്, നമുക്ക് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു വിമാന അപകടം ഉണ്ടാവും എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ, അങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്ന ഒരു തോന്നൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. April 20 പോസ്റ്റ് ഇട്ടത്. കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ May 22 കറാച്ചി വിമാനത്താവളത്തിന്റെ ലാൻഡിങ്ങിന്റെ സമയത്ത് ഒരു വിമാനം, പാകിസ്ഥാൻ എയർലൈൻസിന്റെ വിമാനം തകർന്നു വീണ ഒരു വാർത്ത എല്ലാ ന്യൂസ് ചാനലിലും വരികയുണ്ടായി. അപ്പോ അതില് നമ്മൾ അത് പണ്ട് കാലത്ത് ഈ ഫോർച്യൂൺ ടെല്ലേഴ്സ് എന്ന് പറയുന്ന ഭാവി പ്രവചനം തൊഴിലാക്കിയിട്ടുള്ളവർ ചെയ്യുന്ന ചില ടെക്നിക്കാണ്. അതുപോലെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങള് ഇപ്പം എയറോപ്ലെയിൻ ക്രാഷ് ആയാലും തീവണ്ടി അപകടം, ഭൂകമ്പം, അങ്ങനെയുള്ള ദുരന്തങ്ങള് അടിക്കടി ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ എന്തായാലും ഒരു 5-6 മാസത്തിനിടയിൽ ഒരു പ്രാവശ്യം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ആ ഒരു പ്രോബബിലിറ്റി വെച്ചിട്ട് കഴിഞ്ഞ ഒരു 5 മാസം അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ അടുത്ത് തന്നെ അങ്ങനെ ഒരു ആക്സിഡന്റ്, അങ്ങനെ ഒരു വാർത്ത ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ പ്രോബബിലിറ്റി ഉപയോഗിച്ചിട്ടാണ് അവർ പല പ്രഡിക്ഷൻസും ചെയ്തത്. അപ്പൊ ഇങ്ങനെയാണ് പ്രഡിക്ഷൻസ് ശരിയാവുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ അന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ. Okay, nice. Super. Great. And now Shijina also ഒട്ടും പുറകെ അല്ല, ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് ഇത് ബലൂൺ ആർട്സ് ചെയ്യുന്നുണ്ട്, ഒറ്റ കൈയിലാണ് ചെയ്യുന്നത്, പിന്നെ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ രണ്ടുപേരുടെയും ഇനി നെക്സ്റ്റ് പ്രോജക്ട് എന്താണ്? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ഐഡിയ? ഫ്യൂച്ചറിൽ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? നിങ്ങൾ 3 പേരും ഉണ്ടല്ലോ ഇപ്പൊ ഒരു ഫാമിലി പാക്കേജ്. സോ നമ്മൾ ശരിക്കും ഒരു ഫാമിലി ഷോ, ഒരു തിയേറ്റർ ഷോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പം എന്ന് പറഞ്ഞിട്ട്. അതായത് ഇൻഫർടൈൻമെന്റ് ത്രൂ ബലൂൺ ആർട്ട്, മാജിക് ആൻഡ് മെന്റലിസം. അതാണ് ഇമ്പം, IMBAM. അപ്പോ അതില് ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് മാജിക്കും ബലൂൺ ആർട്ടും മെന്റലിസവും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു 2 hour ഒരു കംപ്ലീറ്റ് തിയേറ്റർ ഷോ ആണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോവിഡ് വന്നതും പ്രോഗ്രാംസ് ഒക്കെ ക്യാൻസൽ ആവുന്നത്. അപ്പൊ അതിങ്ങനെ വഴിക്ക് നിൽക്കുകയാണ്. അതിനകത്ത് നമ്മൾ ചില ടെലിപ്പതിക് ആക്ട് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ രണ്ടുപേരും ചേർന്നിട്ട്. അങ്ങനെയുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള കുറെ എഫക്റ്റുകൾ അതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ബട്ട് ഐ തിങ്ക് ഇപ്പൊ ഓൺലൈനിലാണ് കൂടുതലും പെർഫോമൻസസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് അല്ലേ കൂടുതലായിട്ടും? അതെ. നമ്മളിപ്പം മാർച്ചിന് ശേഷം നമ്മൾ വേദികളൊക്കെ ഒഴിവായ സമയത്ത് നമ്മൾ ആദ്യം ബലൂൺ ആർട്ടിന്റെ ഒരു കോഴ്സ് ചെയ്തു, അതിന്റെ ഒരു എക്സിബിഷൻ ചെയ്തു. പിന്നീട് നമ്മൾ സൂമിലൂടെ ഓൺലൈനായിട്ട് മെന്റലിസം ഷോസ് ഇപ്പൊ ചെയ്തു വരുന്നുണ്ട്. അൺലോക്ക് 1.0 എന്ന് പറഞ്ഞിട്ട് ഒരു 1.5 hour ഷോ ആണ് സൂമിൽ. അപ്പൊ അതിനകത്ത് നമ്മൾ മൈൻഡ് റീഡിങ്, പ്രഡിക്ഷൻസ്, അങ്ങനെയുള്ള മെന്റലിസത്തിലെ 3/4 ഇഫക്റ്റുകളും അതിലൂടെ നമ്മൾ പെർഫോം ചെയ്യുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇനി അത് മാത്രമാണ് കുറച്ചു കാലത്തേക്ക് സാധ്യതയുള്ളത്. സൂപ്പർ. എനിവേസ് പ്രീത്, ഷിജിന ആൻഡ് ജ്വാല, നിങ്ങൾ 3 പേരോടും സംസാരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ടു ഗെറ്റ് ടു നോ മോർ അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് റൈറ്റ് നൗ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് മോളു സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മാജിക് ഒരുപാട് ചെയ്യണം. ആൻഡ് താങ്ക് യു ടു ബോത്ത് ഓഫ് യു. കീപ് അപ്പ് ദ ഗുഡ് ജോബ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു.